കമലയ്ക്ക് വയ്യാതെ ആശുപത്രിയിൽ എത്തിക്കുന്നു. രാധിക ക്രിട്ടിക്കലായി ലേബർ റൂമിൽ കയറ്റുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാഷിന്റെ വീട് കാണിക്കുകയാണ്. മാഷും ഭാര്യയും ഉറങ്ങുകയാണ്. മാഷ് എഴുന്നേൽക്കുന്നുണ്ട്. കമല ഉണർന്നിട്ടില്ല. നീ കുറച്ചു നേരം കൂടെ കിടക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ എണീറ്റിട്ട് എന്തിനാ? മാഷ് ജനാലകൾ തുറന്ന് എന്നും ഇങ്ങനെ നിലവിളിച്ചിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ പ്രശ്നം പുതപ്പിട്ട് കൊടുക്കുകയാണ് കമലയ്ക്ക്. ഇനി അത് അവസാനിപ്പിക്കണം. ഇന്നലെ കരഞ്ഞു കരഞ്ഞ് ശ്വാസം കിട്ടാതെ പോയത് കണ്ടില്ലേ? നിനക്ക് എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ എനിക്ക് ആരാടിയുള്ളത്? എന്നിട്ട് മാഷ് അവിടുന്ന് നടന്ന് നീങ്ങാണ്. എൻ്റെ ജനാലകൾ തുറന്ന് നോക്കി. ഇന്നലെ രാത്രി നീ എന്നോട് ആ ചോദ്യം ചോദിച്ചില്ലേ, നീ മരിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമെന്ന്? കമലയെ നോക്കിയിട്ട് മാഷ് പിന്നെയും ജനാലയുടെ പുറത്ത് നോക്കുകയാണ്. ഞാൻ അതും ഓർത്ത് കുറേ നേരം കിടന്നു. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുക? പിന്നീട് നടന്ന് കമലയുടെ അടുത്ത് വന്ന്, ഒറ്റയ്ക്ക് ജീവിച്ചേക്കാൾ കൂടുതൽ ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മൾ. ആ നമ്മളിൽ ഒരാൾ അത്ര പെട്ടെന്ന് വിട്ടുപോവോ? കമലയെ നോക്കി പറയാണ്. എന്നാൽ ഈ സമയം ഒന്നും കമല കണ്ണു തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല കമലെ. പോവുകയാണേൽ തന്നെ ഞാനാകും ആദ്യം പോവുക എന്ന് പറഞ്ഞ് മാഷ് കഥക് തുറന്ന്, ലോകത്ത് മുഴുവൻ അങ്ങനെയാ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് കമലയുടെ അടുത്തേക്ക് വീണ്ടും നടന്ന് നീങ്ങുവാണ്. എന്നിട്ട് മാഷ്, നീ ഇതൊക്കെ കേട്ട് കിടക്കാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ എന്ന് നീ ആലോചിച്ച് നോക്ക്. ഞാൻ അപ്പോഴേക്കും ഒരു കാപ്പി ഇട്ടിട്ട് വരാം. മാഷ് പുറത്തേക്ക് പോയി കമല ഉണരാതെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. മാഷ് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പം മുറിയിൽ കമലയെ കാണുന്നില്ല. മാഷ് അവിടെ എല്ലാം തിരയാണ്. പിന്നീട് കുറച്ച് അപ്പുറത്ത് കമല വീണ് കിടന്ന് ശ്വാസം കിട്ടാതെ പിടയുന്നു. കമലയുമായി ഹോസ്പിറ്റലിലേക്ക് അവിടേക്ക് മകനും ഭാര്യയും വരുന്നുണ്ട്. അച്ഛാ, എന്തു പറ്റി അച്ഛാ? മാഷ് ആണേൽ ആകെ ഒന്നും പറയാതെ മനസ്സ് കൈവിട്ട പോലെ ഇരിക്കുകയാണ്. അച്ഛാ! മാഷ് ഞെട്ടി വിളി കേൾക്കാണ്. ആ, എന്താ അമ്മ എന്ന് പറഞ്ഞ് മാഷ് പൊട്ടിക്കരഞ്ഞ് വിശ്വന്റെ മേൽ ചായയാണ്. പിന്നീട് ചായ വാങ്ങി വരികയാണ് വിശ്വൻ. ഭാര്യ മരുന്ന് വാങ്ങാൻ ഇറങ്ങാണ്. നീ എങ്ങോട്ടാ? ഈ മരുന്ന് വാങ്ങാൻ പറഞ്ഞു. ഇങ്ങോട്ട് താ, ഇത് അച്ഛന് കൊണ്ടുപോയി കൊടുക്ക്. വിശ്വേട്ടാ, വിനായകനെ അറിയിക്കണ്ടേ? അച്ഛൻ എന്താ പറഞ്ഞേ ഈ സമയത്ത് അച്ഛനോടൊക്കെ ചോദിക്കണോ? ആ, ഞാൻ വിളിച്ചോളാം. പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്താ കാരണം എന്നാ ഞാൻ ചിന്തിക്കുന്നേ. ആ, ഓർത്ത് വിഷമിക്കാനും മറ്റുമുള്ള കാരണങ്ങൾ നിങ്ങൾ മക്കൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണം മറ്റാരുമല്ല, നീ ചെല്ല്. സുധാകരൻ മാഷ് നേഴ്സ് വിളിക്കാണ്. ആ, അകത്ത് കയറി കാണാം. പിന്നീട് കാണിക്കുന്നത് വിശ്വനും ഭാര്യയും വരുന്നതാണ്. അവിടെ കിടന്ന് വിശ്വന്റെ ഭാര്യ ഒച്ചപ്പാടുണ്ടാക്കുന്നതും കാണാം. ഇതിനിടയിൽ സുധാകരനെ വീണ്ടും ഡോക്ടർ വിളിക്കുന്നു ഉള്ളിലേക്ക്. ഡോക്ടർ, വെന്റിലേറ്ററിലേക്ക് പെട്ടെന്ന് മാറ്റണം. എന്ത് വേണേലും ചെയ്യാം ഡോക്ടർ, എനിക്ക് അവളെ തിരിച്ചു തന്നാൽ മതി. സുധാകരൻ കമലയെ നോക്കിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദയെയും തരുണിന്റെ അമ്മയെയുമാണ്. അമ്മേ, രാധിക എവിടെ? പെട്ടെന്ന് പെയിൻ വന്നു മോളെ, ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. എപ്പോൾ? ഇന്ന് വെളുപ്പാങ്കാലത്ത് മോളെ. നല്ല ഉറക്കമായിരുന്നു, അതാ ഒന്നും അറിയാത്തത്. പെട്ടെന്ന് BP താന്നുപോയി. ആകെ പ്രശ്നമായി, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി. അവിടെ ചെന്നപ്പോഴാ ഓർത്തെ മോൾ ഇവിടെ ഒറ്റയ്ക്കുള്ളത് എന്ന്. അതുകൊണ്ട് ഒന്ന് നോക്കാച്ചിട്ട് വന്നതാ. അപ്പോഴാ മോൾ എണീറ്റത്. ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ ചെന്നിരിക്കുമ്പോഴേ അവന്റെ സങ്കടം കണ്ടിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ യൂണിഫോം ഇടുമ്പോഴത്തെ ധൈര്യം മാത്രമുള്ളൂ. എനിക്കും രാധികയ്ക്കും എന്തേലും വന്നാൽ അവന് പിന്നെ ഇരിപ്പ് ഉറക്കത്തില്ല. 2 ദിവസമായിട്ട് ഒന്ന് കാണാനോ അന്വേഷിക്കാനോ പറ്റാത്ത തരത്തിലുള്ള ഓട്ടത്തിലായിരുന്നല്ലോ. അതിൻ്റെ ഒരു സങ്കടം വേറെ. രാധിക അനാഥാലയത്തിലായിരുന്നു അല്ലേ? അത് മോളോട് ആര് പറഞ്ഞേ? ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു. കുഞ്ഞുനാളിൽ ഒരു കലാപത്തിൽ നിന്ന് അവൾ മാത്രം രക്ഷപ്പെട്ടെന്ന്. അതേ മോളെ, വല്ലാത്തൊരു തലവിധിയായിരുന്നു ആ കൊച്ചിന്. അങ്ങനെ ഒരാളെ തരുൺ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് അഭിമാനം തോന്നിയത്. അവൾ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നെന്നോ. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അത് ഇരട്ടിയായി. അന്ന് ആ മാളിൽ വെച്ച് അവന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് സന്തോഷത്തോടെ ഇരിക്കേണ്ടവളായിരുന്നെന്നോ. എൻ്റെ രാധിക മോള്. ഡെലിവറി കഴിയുന്നതോടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ ഡ്രോമയെല്ലാം മാറും. രാധിക പഴയതുപോലെ ആകും അമ്മേ, ഉറപ്പിച്ചോ? ഇപ്പം എന്നോട് മോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അതിനിടയിൽ തരുണിൻ്റെ അമ്മയുടെ മൊബൈൽ റിങ് ചെയ്യാണ് കേട്ടോ. അതെടുത്ത് സംസാരിച്ച്, മോളെ, രാധികയ്ക്ക് അല്പം കുഴപ്പമായിട്ടുണ്ടെന്ന്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ?
ആ തുടർന്ന് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. സാർ, വിക്രമിന് സാറിനെ കാണണമെന്ന് പറയുന്നു. പുറത്തുണ്ടോ? ആ പുറത്തുണ്ട്. പറ്റില്ലെന്ന് പറയട്ടെ? എന്തിന്? വരാൻ പറ. സാർ, വിക്രം വരികയാണ്. ആ വിക്രം, എന്തൊക്കെയുണ്ട്? ഇരിക്ക്. വേണ്ട സാർ, ഞാനിവിടെ ഇരുന്നോളാം. എനിക്ക് വേണ്ടി സാർ ഒരു ഉപകാരം ചെയ്യാമോ? എന്താ പറ. സാറിന് എൻ്റെ വീട്ടിലൊരു കാര്യം അന്വേഷിക്കാമോ? അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു കാലത്തും ഞാൻ അമ്മയ്ക്ക് സമാധാനം കൊടുത്തിട്ടില്ല. വല്ലാത്തൊരു പേടി പോലെ. അതിന് വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ പോരെ? ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന 2 നമ്പറിലേക്കും വിളിച്ചു. അച്ഛൻ്റെ നമ്പർ സ്വിച്ച് ഓഫ്. ചേട്ടനാണെങ്കിൽ എടുക്കുന്നുമില്ല. ഹേയ്, താൻ വെറുതെ പേടിക്കുന്നതായിരിക്കും. ഒന്നും സംഭവിക്കില്ല. ആയിരിക്കും, പക്ഷേ അമ്മയെ ഞാൻ സ്വപ്നം കൂടി കണ്ടു. അതും കൂടി കഴിഞ്ഞപ്പോൾ താൻ സമാധാനായിട്ടിരിക്കെ, ഞാൻ അന്വേഷിച്ചോളാം. പിന്നെ എല്ലാ വിവരങ്ങളും തന്നെ കൃത്യമായി അറിയിക്കുകയും ചെയ്യാം. പോരെ? പിന്നീട് കാണിക്കുന്നത് തരുണും അമ്മയും ഡോക്ടറെ അടുത്തിരിക്കുന്നതാണ്. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞത്. രാധയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. മനസ്സിലായില്ല ഡോക്ടർ. കുട്ടിയുടെ ആരോഗ്യനില നമ്മൾ വിചാരിച്ചതിലും അപ്പുറമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെയോ അമ്മയെയോ ഒരുമിച്ച് രക്ഷിക്കുക എന്നുള്ളത് സാധ്യമല്ല. വാട്ട് യു മീൻ ഡോക്ടർ? 2ൽ ഒരാളെന്ന് നമ്മൾ എടുക്കേണ്ടി വരും. തരുൺ ദുഃഖിച്ചിരിക്കുകയാണ്. ഒരു സാധ്യതയുമില്ലേ ഡോക്ടർ? പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയും വൈകിപ്പോയാൽ ഒരു പക്ഷേ എനിക്ക് തരുണിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാകും. പക്ഷേ ഇല്ല, എനിക്ക് അവളെ വേണം ഡോക്ടർ. അവൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയാ. പക്ഷേ അതിനു വേണ്ടി അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. എനിക്ക് അവളെ വേണം ഡോക്ടർ. തരുൺ ആകെ ഇമോഷണലായി അമ്മയുടെ തോളിൽ ചാഞ്ഞു കരയുവാണ്. ഈ സമയം നഴ്സ് വേദിയോട് പറയാണ് രാധയുടെ കാര്യങ്ങൾ. അയ്യോ, അങ്ങനെയാണോ പറഞ്ഞത്? 2ൽ ഒരാൾ എന്നാ പറഞ്ഞേ. അമ്മയും കുഞ്ഞും. സേതുലക്ഷ്മി മേഡവും തരുൺ സാറും ആകെ തകർന്നിരിക്കുക. എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. ഈ അവസ്ഥയിലോ? അത് വേണം സിസ്റ്റർ. ഒരു പരിചയമില്ലായിരുന്നിട്ടും അമ്മയെ പോലെ എന്നെ അവർ നോക്കിയത്. ഇന്ന് രാധിക ലേബർ റൂമിൽ ആയിരിക്കുമ്പോഴും എന്നെ കാണുവാൻ വന്നതാ. എനിക്ക് പോയേ പറ്റൂ. വേദ കാണാൻ പോകുന്നതും കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ട് വരികയാണ്. അവിടെ വെച്ചിട്ടാണ് കേട്ടോ തീരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം.